കോട്ടയം മുണ്ടക്കയത്ത് കഞ്ചാവും MDMA-യുമായി യുവാക്കൾ പിടിയിൽ. കാഞ്ഞിരപ്പള്ളി പട്ടിമറ്റം സ്വദേശി സനൂജ്, കൂവപ്പള്ളി സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും 1 കിലോയിലധികം കഞ്ചാവും 1 ഗ്രാം MDMA-യും പിടികൂടി. രാത്രി ശക്തമായിട്ടുള്ളൊരു വേട്ടയാണ് നടന്നിരിക്കുന്നത്. 2 മേജർ NDPS കേസുകളാണ് ഇന്നലെ ഞങ്ങളുടെ റേഞ്ചിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന് 1 കിലോ 100 ഗ്രാം കഞ്ചാവുമായി 2 പേരും പിടികൂടി. ഒന്ന് സനോജ് 42 വയസ്സ് പട്ടിമറ്റം സ്വദേശിയാണ്. 2 ശ്രീജിത്ത് മോൻ കൂപ്പള്ളിക്കാരനാണ് 40 വയസ്സാണ്. ഇവർ 2 പേരും നിരന്തരമായിട്ട് ഞങ്ങൾ ലിസ്റ്റിൽപ്പെട്ട ആളുകളാണ്. ഞങ്ങൾ ഏറെ നാളുകളായിട്ട് ഇവർ പുറകെയുണ്ട്. അതേ സമയത്തും ഒരാൾക്ക് ഇറച്ചിക്കടയാണ്. ഇറച്ചിക്കടയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന എന്നുള്ളൊരു കാര്യം ഞങ്ങൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മറ്റേ ആൾക്ക് കാളക്കച്ചവടമാണ്. കാളക്കച്ചവടത്തിൻ്റെ മറവിലാണ് ഇയാൾ ലഹരി കടത്ത് ഉള്ളത്. പക്ഷേ ആർക്കൊരു പിടികൂടാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ജോസി ബാബുചേതന്റെ വിശദാംശങ്ങൾ നൽകാനായി. ജോസി, എപ്പോഴാണ് ഇവരെ പിടികൂടുന്നത്? എങ്ങനെയായിരുന്നു നീക്കം? ജീന, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കാഞ്ഞിരപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ സുധി കെ സത്യപാലന്റെ നേതൃത്വത്തിൽ ലഹരി സംഘത്തിലെ പ്രധാന കണ്ണികളായ 3 യുവാക്കളെ അറസ്റ്റ് ചെയ്യുന്നത്. 1 കിലോ 100 ഗ്രാം കഞ്ചാവുമായി 2 യുവാക്കളെ എക്സൈസ് പിടികൂടി. പട്ടിമറ്റം സ്വദേശി സനൂജ്, കൂവപ്പള്ളി സ്വദേശി ശ്രീജിത്ത് എന്നിവരാണ് പിടികൂടിയത്. ഇവർ ആക്രി കച്ചവടത്തിന്റെയും അതോടൊപ്പം കന്നുകാലി കച്ചവടത്തിന്റെയും മറവിൽ ഇത്തരത്തിൽ കഞ്ചാവ് ഇടപാടുകൾ നടത്തുന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഏറെ നാളായി ഇവർ നിരീക്ഷണത്തിലായിരുന്നു. പലപ്പോഴും പോലീസിനെയും എക്സൈസിനെയും വെട്ടിച്ചു കടന്ന സംഘമാണ് ഇപ്പോൾ ഒടുവിൽ പിടിയിലായിരിക്കുന്നത്. കൂടാതെ 1 ഗ്രാം MDMA-യുമായി മുണ്ടക്കയം പൈങ്ങന സ്വദേശി ഷാഹിൻ സലാമും പിടിയിലായിട്ടുണ്ട്. ഇയാളും ഈ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വിൽപ്പന നടത്തുന്ന ആളാണ് എന്നാണ് പോലീസ് പറയുന്നത്, എക്സൈസ് പറയുന്നത്. എന്തായാലും ഇവർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് തുടർ നടപടികളിലേക്ക് എക്സൈസ് കടന്നിട്ടുണ്ട്.